നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ശരീരഭാരം ഒരുപാട് കാലമായി നിലനിൽക്കുന്ന ആളുകൾക്ക്, വർഷങ്ങളായിട്ട് ശരീരഭാരമുള്ള ആളുകൾക്ക് അവരുടെ ശരീരഭാരം റെഗുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചും കുട്ടിക്കാലത്ത് അവരുടെ ശരീരഭാരം കൂടുതലാണെങ്കിൽ മുതിർന്നു കഴിയുമ്പോഴും അവരുടെ ശരീരഭാരം കുറയ്ക്കുവാനായിട്ട് പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിൽ ആർക്കും അറിയാത്ത, നിങ്ങളോട് അധികം ആരും പറഞ്ഞു തരാത്ത ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഈ ശരീരത്തിൽ ഈ ഫാറ്റുകൾ വന്ന് ഡെപ്പോസിറ്റ് ആവുന്നത് ഫാറ്റ് സെല്ലുകൾക്കകത്താണ്. അതായത് നമ്മൾ ശരീരത്തിൽ കുറെ ഫാറ്റ് സെല്ലുകളുണ്ട്. ഇപ്പൊ എന്റെ ശരീരത്തിൽ കുറെ ഫാറ്റ് സെല്ലുകളുണ്ട്, മറ്റൊരാളുടെ ശരീരത്തിൽ കുറെ ഫാറ്റ് സെല്ലുകളുണ്ട്. എന്റെ ശരീരത്തിലുള്ള ഫാറ്റ് സെല്ലുകളുടെ എണ്ണം ആയിരിക്കില്ല മറ്റേ ആളുടെ ശരീരത്തിലുള്ള ഫാറ്റ് സെല്ലുകൾ. അപ്പോൾ ഫാറ്റ് സെല്ലുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിലേക്ക് നമുക്ക് കൂടുതൽ 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 ഫാറ്റ് ഡെപ്പോസിറ്റ് ഉള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്കറിയാം, കുട്ടിക്കാലത്ത് നമ്മൾ വളരുന്ന പ്രായമാണ്. ആ സമയത്ത് നമ്മുടെ ഫാറ്റ് സെല്ലുകളുടെ എണ്ണവും വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കുട്ടിക്കാലത്ത് ശരീരഭാരം കൂടുതലുള്ള ഒരാളിന്റെ ശരീരത്തിൽ ഫാറ്റ് സെല്ലുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ അത്രയും ഫാറ്റ് സെല്ലുകളുടെ അകത്തും, ഈ ഫാറ്റ് സെല്ലുകൾ എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് ഗോഡൌൺ പോലെയാണ്. അപ്പോൾ ഇത്രയും ഫാറ്റ് സെല്ലുകളുടെ അകത്തും ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ വളർന്നു കഴിഞ്ഞതിന് ശേഷമാണ്, നിങ്ങളൊരു പ്രായപൂർത്തിയായ ശേഷമാണ് നിങ്ങളുടെ ശരീരഭാരം കൂടുകയാണെങ്കിൽ അവിടെ ഫാറ്റ് സെല്ലുകളുടെ എണ്ണമല്ല കൂടുന്നത്, അവിടെ ഉള്ള ഫാറ്റ് സെല്ലിന്റെ അകത്തേക്ക് ഫാറ്റിനെ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു ഹൈപ്പർട്രോഫിയാണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് ഫാറ്റ് സെല്ലുകളുടെ ഒരു ഹൈപ്പർട്രോഫിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഫാറ്റ് സെല്ലുകളുടെ എണ്ണം കുറവായത് കൊണ്ട് തന്നെ ഈ ഹൈപ്പർട്രോഫിയെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് പെട്ടെന്ന് സംഭവിക്കും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് ചെറിയ പ്രായത്തിലാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഹൈപ്പോപ്ലാസിയയാണ്. ഹൈപ്പോപ്ലാസിയ നടക്കുന്ന സമയത്ത് ഫാറ്റ് സെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ഒന്നാലോചിക്കൂ, ഒരുപാട് ഗോഡൌണുകളിൽ നിന്ന് സാധനം വാരി മാറ്റുന്നതിനേക്കാളും എളുപ്പമാണ് കുറച്ച് ഗോഡൌണുകളിൽ നിന്ന് സാധനം വാരി മാറ്റുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഈ ഒരു ചേഞ്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യാനായിട്ട്. ഇനി പ്രായമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഫാറ്റ് സെല്ലുകളുടെ എണ്ണം കൂടുമോ എന്ന് ചോദിച്ചാൽ കൂടാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് നിങ്ങളുടെ ഉള്ള ഫാറ്റ് സെല്ലുകളുടെ അകത്ത് മാക്സിമം ഫാറ്റ് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ പുതിയ ഫാറ്റ് സെല്ലുകൾ ഉണ്ടാവും. എന്നാൽ കുട്ടിക്കാലത്ത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന, ചെറുപ്പകാലം മുതലേ ഉള്ള ശരീരഭാരം കൂടി നിൽക്കുന്ന ആളുകൾക്ക് ശരീരഭാരം റെഗുലേറ്റ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടാവുന്നത്. ബിക്കോസ് അവരുടെ ശരീരത്തിൽ ഫാറ്റ് സെല്ലുകളുടെ എണ്ണം കൂടുതലാണ്. സോ ഇത്തരത്തിൽ ഇൻഫർമേഷൻ ആയിട്ട് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തൊക്കെ, അതുപോലെ തന്നെ ഫാറ്റ് സെല്ലുകളുടെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരഭാരം റെഗുലേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ബാലൻസ് ഡയറ്റ് പ്ലാൻ നമുക്ക് എടുത്ത് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കും. അതിന് താല്പര്യമുള്ളവർക്ക് മോൾ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഡയറ്റ് പ്ലാൻ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഉറപ്പായിട്ടും അതിന് പേയ്മെൻറ്റും ഉണ്ടായിരിക്കും. സോ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഡയറ്റ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ബൈ.